ഇത് വെള്ളം കാണാൻ വേണ്ടി ആൾക്കാർ അറിയുന്ന ആൾക്കാർ കൂടിയിരിക്കുന്ന കൺട്രോൾ ചെയ്യല് ആദ്യയില്ലേ ഒഴുക്കണ്ട ഓടിക്കാൻ വേണ്ടിട്ടാണ് ആൾക്കാർ ഒഴുക്ക് വയ്ക്കണം. സീഡി കണ്ടോ വണ്ടി ഒതുക്കിട്ടേക്കുന്നു സീഡി ഉണ്ടാകത്ത് നമുക്ക് കണ്ടുകൂടെ ഒതുക്കിട്ട് കാണാമല്ലോ. പോലീസ് ഓടിക്കുന്നല്ലോ വെള്ളം വരുന്നുണ്ടോ ഇപ്പൊ റോഡ് പാടയും വെള്ളം കണ്ട് ഇപ്പൊ മുള്ള ചെളി മൊത്തം ഇറങ്ങും റോഡില്. ഇതൊക്കെ പടക്കം വരുന്നില്ലേ അവിടെയൊക്കെ ക്യാമ്പ് വയ്ക്കണ ഭയങ്കര വാദിയാണെങ്കിൽ ഇവന്മാരെ അടക്കും കണ്ടേ ഓര് കൊണ്ടുപോകണം. ആ സണ്ണിക്കാരെ ഇറക്കുമ്പോ പെടും. ഇതൊക്കെ കട്ടുള്ളതാണ് അങ്ങോട്ട് എവിടെ അവിടെ ഒതുക്കിട്ടേക്കുന്നത് എന്താണെന്ന് തോന്നുന്നത്. അത് ചിക്കനാണ് അത്. അത് മറ്റേ ഇതിന് പോണ ഗ്രൂപ്പില് ഇവന് മോണറ്റെ തുറന്നിരിക്കുന്ന മെമ്പറുകളായി പോയാ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബോധമില്ലാത്തവന്മാര് വരും എന്നിട്ട് വെച്ച് ചവിട്ടി തെറ്റി അങ്ങോട്ടെങ്കിലും കയറി പോകും. അല്ലെങ്കിൽ അവന് മുന്നേ സ്പീഡ് കുറച്ച് അറിഞ്ഞൂടാ. ഫ്ലോപ്പായി പോയി കേട്ടാ അവിടെ മറ്റേ താറിന്റെ പൈസക്ക് കൊണ്ട് ഇറക്കി കഴിഞ്ഞ നാട്ടില് ഫ്ലോപ്പായി പോയി. താറിന്റെ പൈസ 2 ഡോറിലല്ലേ 5 ഡോറിലുള്ളൂ. ചൂടിറക്കിയായിരുന്നെങ്കിൽ പിന്നെ അത് ഇത് വരുമെന്ന് മേടിച്ച് താറ് 10 ലക്ഷം രൂപയ്ക്ക് വണ്ടിയാക്കി. എല്ലാരും മേലെ കൂടെ കയറി പോണോടാ. ബ്ലോക്കാണ് അങ്ങോട്ട് ബ്ലോക്ക് വണ്ടി പോകുന്നുണ്ടോ സ്ലോ മൂവിങ്. അപ്പൊ അപ്പുറ സൈഡ് ഭയങ്കര ഉള്ളതാണ് അവരെയൊക്കെ. അവരെല്ലാം കൂടെ കാടുവാരം കയറി പോണു. കയറുന്ന കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ അവിടെ ഇരുന്ന് പോയി കഴിഞ്ഞാൽ ഒറ്റയ്ക്കണം തള്ളേണ്ടി വരും. ഞാൻ തള്ളൂല്ല. അവന്മാരെല്ലാം കണ്ട വഴി ഉണ്ടാക്കി പോകുന്നു. വഴി വെട്ടി പോവാണ്. ഇവിടെ പോവാടാ ഏറൊക്കെ കുറക്കണം. ഞാൻ കംപ്രസർ എടുത്തിട്ടില്ല. അതുകൊണ്ട് ആ പട്രോൾ ഉണ്ടാ കയറി പോണത്. ലോഡ് കഴിഞ്ഞാൽ ഓടൂല. അതല്ലേ ഇപ്പൊ നനഞ്ഞു കിടക്കുന്നോണ്ട് വലിയൊരു ഇത് വരൂല. ഇരുന്നു ഓടി പോകണം. അതുകൊണ്ട് ആ ജിമ്മിയാണെന്ന് കരയുന്നുണ്ടാ പോവാതാ. അവിടെ നിസാമ്പറിൽ ഓടിയും കയറി പോയി. അതുകൊണ്ട് ഓടണ്ട. അവരങ്ങനെ തന്നെ പൊക്കോണ്ടിരുന്ന അവനൊന്ന് ലോ അങ്ങനെ ഇട്ടേക്കാണ്. ഹൈ ഇട്ടിട്ടില്ല. ഓനെ പെട്രോൾ കൊണ്ടാവണണ്ട അമ്മമാരൊക്കെ പറഞ്ഞു നോക്കോളൂ. മറ്റേത് ഇല്ലല്ലോ. കൊച്ചും ആടും ആനയില്ലേ. 5.6 മറ്റേ എത്രയാണ് 1.5. അതാ 2 ഒന്നും കാണൂല. 1.5 ആ പട്രോൾ കയറി പോണോ അടിപൊളി കയറി പോയി. അത് കിടന്ന റിമ്മ് നല്ല ടയർ വലുത്. അവിടെ ഏതാ പെട്ടതോ അറബി കണ്ട് ഇറങ്ങി. അവിടെ പിക്കപ്പ് താന്ന് നിന്ന് പോയാ തീർന്നു. നിക്കാതെ ഓടിപ്പോയാ രക്ഷോട്ട്. ഇവിടെ വെള്ളം കയറി. അതാണ് ഇവിടെ ട്രാഫിക്. ഇതൊക്കെ ഒരു വൈബാണ്. പിന്നെ നല്ല രസമല്ലേ അത്. പക്ഷെ അത് ഇങ്ങനെയൊക്കെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഓക്കെയാണ്. അല്ലാതെ നമ്മൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്കൊക്കെ നമ്മൾ ഭ്രാന്ത് പിടിക്കും. നമ്മളെല്ലാരും എവിടെയെങ്കിലും കറങ്ങാൻ അല്ലെങ്കിൽ നമ്മൾ ഒരേ വൈബിലുള്ള ആൾക്കാരെ മറ്റേ അപ്പുറത്ത് കൊണ്ട് കയറ്റിയാണ് ചിലപ്പോൾ വാരി ഇതിന്റെ ചേർന്നിങ്ങിരിക്കും. അതിനൊക്കെ 2 വീലേ കാണുള്ളൂ. 4 വീലർ കാണൂല. സിൽവറാടൊക്കെ വളരെ തുച്ഛമായ വണ്ടിയിലേ ഉള്ളൂ 4 വീലർ. നാളെ പാവപ്പെട്ട ഹൗസ് ഡ്രൈവർമാർക്ക് പണിയാവും. കഴുകി ചില നല്ല ആൾക്കാരുടെ ഫുൾ വാച്ചിൽ കൊടുക്കും. ചില 3 കിളവികളുണ്ടാകും. കിളവികളെ സമ്മതിക്കൂല. അതുകൊണ്ടൊന്നും മഴയിൽ കാണാൻ പറ്റി.
അവിടെ എടുക്കുന്നില്ല മൊബൈലിൽ നോക്കി കണ്ണും പോയി. നല്ല മഴയല്ലേ? നല്ല അടിപൊളി മഴ, ഊപ്പർ മഴ. പാടലിയുടെ സൗണ്ട് നാട്ടില് വർക്കിംഗ് കമ്പനിയുടെ സൗണ്ടാണ്. കട കട കടാന്ന് പറഞ്ഞിട്ട് പാട്ടാണ്. ആ അതുകൊണ്ട് മറ്റേത് മോട്ടോർ ഹോം ഇടാൻ ഇറങ്ങിയത്. അത് ചൈനയുടെ വണ്ടി. ഏതുകൊണ്ട് ഫോറണ്ണറാ തന്നെ? അത് പോണു ഓടുന്നു. അത് ഫോറാ, എക്സ്പെഡിഷൻ ഫോറ്. അവന് കണ്ണൂരുടെ പോലെ നോക്കിയാണ്. അതൊന്നും ആരെ കഴിവില്ല. അവന്റെ പെണ്ണുമ്പിള്ളാരെ പോലെ കഴിവില്ല. അപ്പുറത്ത് ഭയങ്കര വെള്ളോടെ എല്ലാവരും ഒതുക്കിയിട്ടേക്കുന്നത്. പക്ഷേ ഈ ഇങ്ങനെയൊക്കെയുള്ള വണ്ടിക്കാർക്കാണ് പണി കിട്ടുന്നത്. ഈ സണ്ണി ചെറിയ വണ്ടി വെള്ളം കയറിയാലും അറിയത്തില്ലല്ലേ, അത് പമ്പർ ഉരിയുന്നു. അതെ അതെ. കഴിഞ്ഞ മഴയത്തെ എത്ര വണ്ടികൾ അറിയാമോ റോഡിൽ പോയി വെള്ളത്തിലൊക്കെ ഇങ്ങനെ തപ്പിയോ. നമ്മളെ സുനിയാലിന്റെ പോയല്ലേ അവസാനം അവിടെ അടുത്ത് ചാരി തറയിലാണ് ചാരി വെച്ചിരുന്നത്. എന്താ ചെയ്ത് അവിടെ ചാരി വെച്ചെല്ലാം പോയി അതിനകത്ത് വെള്ളം കിട്ടും. ഇങ്ങോട്ട് വന്നു നല്ല കളിയാവുമാര്. വാരിക്കെട്ടി അങ്ങ് പോയിരുന്നെങ്കിലേ ഇർഫാനെ, വാരിക്കെട്ടി അങ്ങ് ജവലിൽ പോയിരുന്നെങ്കിലാ കാണാൻ പറ്റില്ല. പറഞ്ഞ നമ്മളാണ് പറഞ്ഞത് നിങ്ങള് അതിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞില്ലേ മീശ പുലിമനെ കാണിട്ടുണ്ടെന്നൊക്കെ ചോദിക്കൂലേ, അതേപോലെ അപ്ഡേയിലോട്ട് പോകുന്ന വഴിക്ക് മഴ കെട്ടിട്ടുണ്ട്.